ನಾನು ಎಲ್ರಿಗೂ ಫೋನ್ ಮಾಡಿ ನಮ್ಮ ತಂದೆಯವರೆಲ್ಲ ಫೋನ್ ಮಾಡಿ ಸೌಜನ್ಯ ಕಾಣೆ ಆಗಿದ್ದಾಳೆ, ಒಮ್ಮೆ ಎಲ್ಲರೂ ಸೇರಿ ಅಂತ ಹೇಳಿ ಎಲ್ಲರೂ ನೇತ್ರಾವತಿಯಿಂದ ಎಲ್ಲರೂ ಜನ ಸೇರಿದರು. ಸೌಜನ್ಯ ಯಾರಂತ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ, ನಮ್ಮ ಪರಿಚಯ ಮಾತ್ರ. ಅಂದರೆ ಮಕ್ಕಳದು ಕೆಲವರಿಗೆ ಅಲ್ಲಿ ಅಂಗಡಿಗೆ ನಮಗೆ ಹೋಗ್ತಾಯಿದ್ರು ಮಗಳು, ಅವಾಗ ಅಲ್ಲಿ ಪರಿಚಯ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಇತ್ತು. ಹೊರತು ಯಾರಿಗೆ ಸೌಜನ್ಯ ಯಾರ್ದು ಗೊತ್ತೇ ಇರಲಿಲ್ಲ. ಇಡೀ ಕಾಡೆಲ್ಲ ಹುಡುಕಾಡಿದ್ದೇವೆ. ನಮ್ಮ ತಾಯಿ ಬಂದ್ರು, ಮತ್ತೆ ನನ್ನ ತಮ್ಮನ ಕೋಲರ್ ಹಿಡ್ಕೊಂಡು ಅಂತ ಇಟ್ಟಿದ್ದಾರೆ. ನಾವೇನು ಇಲ್ಲಿ ಗಲಾಟೆ ಮಾಡಕ್ ಬಂದಿಲ್ಲ ಸರ್. ನನ್ನ ಅಕ್ಕನ ಪರವಾಗಿ ನ್ಯಾಯ ಕೇಳೋಕ್ ಬಂದಿದ್ದೆ. ನನ್ನ ಅಕ್ಕನ ನಾನು ಆ ಫೋಟೋದನ್ನ ನೋಡಿದ್ದೀನಿ ಸರ್, ಯಾವ ತರ ಕೊಂದಿದ್ದಾರೆ ಅಂತ. ಯಾವ ಹೆಣ್ಮಕ್ಳು ಆ ತರ ನೋಡ್ತಾರೆ ಸರ್? ಯಾಕೆ ಅವ್ರಿಗೆ ಅಕ್ಕ ತಂಗಿಯರಿಲ್ವಾ? ನಾವ್ ಏನ್ ತಪ್ಪು ಮಾಡಿದೀವಿ ಧರ್ಮಸ್ಥಳದಲ್ಲಿತ್ತು ಆ ತರ ಅದಕ್ಕೆ ನ್ಯಾಯ ಕೇಳೋಕ್ ಬಂದ ತಪ್ಪ ಸರ್ ನಮ್ದೆಲ್ಲ. ಆದ್ರೆ ಇದು ನೋಡಿ ಈ ತರ ಜನಗಳೆಲ್ಲ ನಮ್ ತಮ್ಮನೇ ಕೋಲ ಹಿಡ್ಕೊಂಡ್ ಬಂದಿದ್ದಾರೆ ಅಂದ್ರೆ ನಾವು ಸುಮ್ನೆ ಇರ್ತೀವ? ನಮ್ ಪ್ರಾಣ ಹೋದ್ರು ಪರವಾಗಿಲ್ಲ ಸರ್, ನನ್ನ ಅಕ್ಕನಿಗೆ ನ್ಯಾಯ സിഗ്ലേಬೇಕು അಷ್ಟേ. ഞങ്ങൾ ന്യായത്തിന് വേണ്ടി വന്ന് സംസാരിക്കുന്നത് തപ്പാണോ സാറേ എന്ന് ചോദിക്കുന്ന ഒരു ജനതയുണ്ട് കർണാടകത്തിൽ. ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തെ സംഭവ വികാസങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊന്നും മീഡിയകൾ ഇത് ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ ഇപ്പോഴിതാ ഓരോ മീഡിയകളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ മാധ്യമക്കാരും ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ചർച്ച ചെയ്ത് മുമ്പോട്ട് എത്തുന്നുണ്ട്. നല്ല കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു വിഷയം ലോകം അറിയണം. 13 വർഷമായി തൻ്റെ മകളുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ഒരമ്മ വന്നു പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതുപോലെ നിരവധി ആൾക്കാർ, നിരവധി അമ്മമാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനെ തെരുവിൽ ഇറങ്ങാനായിട്ട് കാരണം ശുചീകരണ തൊഴിലാളി കഴിഞ്ഞ ദിവസം വന്ന് വെളിപ്പെടുത്തിയ ഒരു വെളിപ്പെടുത്തലാണ്. അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത്, ഞാൻ 1000-ലധികം ആൾക്കാരെ ഈ വനത്തിൽ മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം വന്ന് പറഞ്ഞത്. അതനുസരിച്ചാണ് ഈ പറയുന്ന ഓരോരുത്തരും വന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ സൗജന്യയുടെ കേസുമായി ബന്ധപ്പെട്ട് ഈ അമ്മയുടെ പോരാട്ടം കണ്ടിട്ടും നിരവധി പേര് രംഗത്തെത്തിയിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ 2 വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ മൊഴി ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗജന്യ കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കേരള പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഉള്ള ഒരു വീഡിയോയും ഇട്ടിരുന്നു. ഇപ്പോഴിതാ ഇതിനകത്ത് പലരും ഇട്ട കമന്റുകൾ പ്രകാരം ഞാൻ ഈ സൗജന്യ കേസ് ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരാം. എന്താണ് സൗജന്യ കേസിൽ സംഭവിച്ചത്? സൗജന്യയുടെ പ്രൈവറ്റ് പാർട്ടിൽ എന്തിനാണ് ഇവന്മാര് 6 ഇഞ്ച് മണ്ണ് നിറച്ചത്? അത് എന്തിനാണ് ഇവർ ഈ സന്തോഷ് റാവു എന്ന് പറയുന്ന വ്യക്തിയെ ഇതിലേക്ക് വലിച്ചെഴിച്ചത്? എന്തുകൊണ്ട് സന്തോഷ് റാവു അല്ല എന്ന് ഇതിനകത്ത് തെളിഞ്ഞു എന്നതും അങ്ങനെ തുടങ്ങി എന്താണ് അന്ന് സംഭവിച്ചത് എന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നേരെ ഞാൻ വീഡിയോയിലോട്ട് പോകാം. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയും പല ആൾക്കാർ ഈ വീഡിയോ എടുത്ത് ചെയ്യണം. നിരവധി ആൾക്കാർ ചെയ്താൽ മാത്രമേ നമ്മുടെ അമ്മ ഇതുകൊണ്ടുള്ള ഒരു ഗുണം കിട്ടത്തുള്ളൂ. ഇന്ന് കർക്കിടക വാവാണ്. ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി ഒരു കാര്യം പറഞ്ഞിരുന്നു, അനാഥമായി കിടക്കുന്ന ആത്മാക്കൾ, അവർക്ക് അവരുടെ അസ്ഥി എടുത്തിട്ടെങ്കിലും അവർക്ക് വേണ്ടി ഒരു പൂജ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടാനായിട്ട് ഇത് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചില ആൾക്കാർക്ക് അതൊന്നും വേണ്ട. അവരുടെ വീട്ടിൽ നിന്നല്ലല്ലോ ആൾക്കാർ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അനാഥമായി കിടക്കുന്ന എത്ര ജഡങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി കാണുമല്ലോ. നിരവധി ആൾക്കാരെയാണ് ആ വനത്തിൽ കൊന്നു തള്ളിയിരിക്കുന്നതും മറവ് ചെയ്തിരിക്കുന്നതും. അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നിരവധി മൃതദേഹങ്ങൾ അവിടെ ഉണ്ട്, അസ്ഥികൂടങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തർ ഓർക്കുക. എത്ര വർഷം കൊണ്ട് നടന്ന ഓരോ സംഭവങ്ങളാണെന്നറിയാമോ? ഈ സൗജന്യയുടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഹൈപ്പ് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കമന്റ് ചെയ്യുന്ന സ്ഥലത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് തുടങ്ങാം. കർണാടകത്തിലെ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലം, അവിടെ 2 ഈ അമ്പലങ്ങളുണ്ട്. എല്ലാവരും തെറ്റിദ്ധരിക്കും അവിടെ ശിവ അമ്പലമാണെന്ന്, അവിടെ ഈ വിഷയം നടന്നതെന്നൊക്കെ. അവിടെയല്ല, ഇവിടെ വേറെ മഞ്ജുനാഥ ഒരു ടെമ്പിളാണ്, അവിടെയാണ് ഇത് നടന്നിരുന്നത്. അതൊരു ജൈന അമ്പലമാണ്. അതിന്റെ മേൽനോട്ടം നടത്തുന്നത് ഒരു പറയുന്ന പ്രമാണിമാരാണ്. അവന്മാരുടെ കയ്യിലാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അവരുടെ പേരിൽ സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, അങ്ങനെ തുടങ്ങി അവർക്ക് അവരുടെ പേരിൽ നിരവധി സ്ഥാപനങ്ങളും നിരവധി വസ്തുക്കളുമുണ്ട്. ഈ വസ്തുക്കൾ കൈക്കലാക്കാനും അതോടൊപ്പം തന്നെ ഇവർക്ക് എന്താ പറയുക, ഇവർക്ക് പണം കിട്ടാനും അതിനുവേണ്ടിയൊക്കെയാണ് ഇവർ ഈ ഒരു അമ്പലം കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെയെങ്കിലും വസ്തു ഇവർ നോട്ടം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർ കൈക്കലാക്കുക തന്നെ ചെയ്യും. ഓക്കെ, നേരെ നമ്മൾ സൗജന്യയിലേക്ക് പോവുകയാണ്. 2012 ഒക്ടോബർ മാസം 9-ാം തീയതി പതിവ് പോലെ ഈ പറയുന്ന സൗജന്യ കോളേജിലേക്ക് പോവുകയാണ്. നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടി പഠിക്കുന്നത് ഉജിരിയിലുള്ള SDM കോളേജിലാണ്.
അപ്പൊ രാവിലെ വീട്ടിൽ നിന്നും ഈ പെൺകുട്ടി കോളേജിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടിക്ക് ഫുഡ് എടുക്കാനായിട്ട് വിട്ടുപോകാൻ കാരണമുണ്ട്. അന്ന് ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റ് ആയിട്ടുണ്ട്. കാരണം അന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പുതിയ വിളവിന്റെ ഒരു ഉത്സവമാണ്. അന്ന് ആദ്യത്തെ വിളവ് കിട്ടുമ്പോൾ ആ വിളവ് എടുത്തിട്ട് ഇവർ ഫുഡ് ഉണ്ടാക്കി ആ ആഹാരമാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേർക്കൊക്കെ ഇത് വെച്ച് ആഹാരം കൊടുക്കും. അങ്ങനെയാണ് ഇവർ ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് ഈ പെൺകുട്ടി ഫുഡ് ഉണ്ടാക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡ് കൊണ്ടുപോയുമില്ല. അത് മാത്രമല്ല, ഇന്ന് ഉച്ചവരെ ഉള്ളൂ ക്ലാസ് എന്നുള്ള ധാരണയിലാണ് ഈ പെൺകുട്ടി പോകുന്നത്. അതിന് പിറ്റേ ദിവസം അവധിയാണ്. അപ്പൊ ഈ പെൺകുട്ടി അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കൂട്ടുകാരുടെ ലഞ്ച് ബോക്സിൽ നിന്ന് ഈ പെൺകുട്ടി ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഈ പെൺകുട്ടിയും അതോടൊപ്പം തന്നെ കൂട്ടുകാരികളെല്ലാം കൂടെ കോളേജിൽ നിന്നും ബസ് കയറി നേത്രാവതി ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ്. അവിടെ വരെയുള്ള ബസ്. അവിടെ വെച്ച് ഈ പറയുന്ന കൂട്ടുകാരികളൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ കാണാം, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി അവിടെ നിന്ന് പോവുകയാണ്. അത് മാത്രമല്ല, ഈ പറയുന്ന കൂട്ടുകാരോട് പറഞ്ഞിരുന്നു ഞാൻ ഇനിയും വരുമ്പോൾ ജിലേബിയൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ ബർത്ത്ഡേ 18-ാം തീയതി ആയിരുന്നു, ഒക്ടോബർ 18-നായിരുന്നു. അന്ന് ഞാൻ ജിലേബി കൊണ്ടുവരാമെന്ന് ഈ കൂട്ടുകാരികളോട് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഈ പറയുന്ന സൗജന്യ യാത്രയാകുന്നത്. അവിടെ നിന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. ഈ പെൺകുട്ടി കാൽനടയായിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു പ്രകൃതി ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഹോസ്പിറ്റലിന്റെ സൈഡിലായിട്ട് ഈ പറയുന്ന സൗജന്യയുടെ അമ്മാവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മാവൻ ചോദിക്കുന്നു, മകളെ എന്തുകൊണ്ടാണ് നീ ഇത്ര ലേറ്റ് ആയത്, എന്താണെന്നൊക്കെ കാര്യങ്ങൾ തിരക്കുമ്പോൾ ഈ പറയുന്ന സൗജന്യ പറയുന്നത് പോലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അമ്മാവ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിച്ചതിന് ശേഷം ഈ പെൺകുട്ടി ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ നിന്നും, അതായത് പറയുന്ന പ്രകൃതി ഈ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്നും സൗജന്യയുടെ വീട്ടിലേക്ക് 10 മീറ്റർ ദൂരമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ പറയുന്ന പ്രകൃതി ഹോസ്പിറ്റൽ ഈ അമ്മാവനെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് പോകാനായിട്ട് 10 മീറ്റർ ദൂരമുണ്ട്. അവിടേക്ക് പോകാനായിട്ട് 20 മിനിറ്റ് എടുത്തു എന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്, 20 മിനിറ്റിൽ നിങ്ങൾ കണക്കാക്ക് അവിടെ പോകാനായിട്ട്. 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എങ്കിലും കണക്ക് കൂട്ട്. അത്രയൊന്നും വേണ്ട, പക്ഷെ അത്രയൊന്നും കണക്ക് കൂട്ട്. 4:15 ഈ അമ്മാവൻ ഈ പെൺകുട്ടിയെ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ കണക്ക് കൂട്ടിയാൽ തന്നെ ഒരു 5 മണിയാകുമ്പോഴത്തേനൊക്കെ അത് വീട്ടിലെത്തണമല്ലോ. ഈ പെൺകുട്ടി വീട്ടിലെത്തിയില്ല. അമ്മ അപ്പോൾ തന്നെ അമ്മയ്ക്ക് വെപ്രാളം കൂടി. അമ്മ എന്ത് ചെയ്തു, അച്ഛനെ വിളിക്കുന്നു. ഈ പറയുന്ന സൗജന്യയുടെ അമ്മയ്ക്ക് 5 മക്കളാണുള്ളത്. അതിൽ 4 പെൺകുട്ടിയും ഒരു ആൺചെറുക്കനുമാണുള്ളത്. അതിൽ ഒരു പെൺകുട്ടിയാണ് ഈ മരണപ്പെട്ടിരിക്കുന്ന ഈ സൗജന്യ എന്ന് പറയുന്ന ഈ പെൺകുട്ടി. അപ്പൊ അച്ഛനെ വിളിക്കുന്നു. അച്ഛനെ വിളിച്ചതിന് ശേഷം അച്ഛൻ വരുന്നു. അച്ഛൻ വന്നിട്ട് കൂട്ടുകാരിക്കൊക്കെ വിളിച്ചു നോക്കുന്നു. കൂട്ടുകാരികൾ പറയുന്നു ഇതുപോലെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടതാണ്, ഞങ്ങൾ ടാറ്റ പറഞ്ഞ് പിരിഞ്ഞതാണ് എന്നുള്ള കാര്യമൊക്കെ പറയുന്നു. 7 മണിയാകുന്നു. അപ്പൊ ഇവർക്കൊക്കെ അങ്ങ് വെപ്രാളമാകുന്നു. നാട്ടുകാരെയും കൂട്ടിക്കൊണ്ട് ഇവർ പരിശോധനയ്ക്കായിട്ട് ഇറങ്ങുന്നു. ഒരു 500 പ്ലസ് ആൾക്കാരെയും കൂട്ടിക്കൊണ്ടാണ് ഇവർ ഇറങ്ങുന്നത്. ഇറങ്ങി ഇവരെ പരിശോധനയ്ക്ക് പോകുന്നു. അവിടെ എല്ലാം ചെക്ക് ചെയ്യുന്നു. രാത്രി 12 മണി വരെ ഓളം ഇവരവിടെ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ അർദ്ധരാത്രി ആകുമ്പോഴത്തേനും അവിടെ ഭയങ്കര മഴയുമുണ്ട്. അങ്ങനെ ഇവരെ ചെക്ക് ചെയ്തു. അവിടെ നിന്നൊന്നും കാണാത്തത് കൊണ്ട് തന്നെ ഇവർ നാളെ വന്ന് ഒന്നുകൂടെ പരിശോധിക്കാം എന്ന് പറഞ്ഞ് കുറെ പേര് അവരുടെ വീട്ടിലേക്ക് പോയി. ഇവരുടെ ബന്ധുക്കാര്, ഈ പറയുന്ന സൗജന്യയുടെ ബന്ധുക്കാരാണെങ്കിൽ ഈ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ചെന്നു. അപ്പൊ അവർ പറഞ്ഞു കാണാതായിട്ട് 24 മണിക്കൂറൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് കേസെടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പോയിട്ട് നാളെ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ಅವರೇ പറഞ്ഞു വിട്ടു. ഒരു പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത് എന്നുള്ള ഒരു ವಿಚಾರ പോലും ಈ ಪೊಲೀಸರಿಗೆ ಇಲ್ಲದೆಯಾಗಿ ಹೋಯಿತು. ನಾನು 5 ಗಂಟೆಗೆ ನನ್ನ ತಾಯಿ ಮನೆ ಹೋಗಿ ಸೌಜನ್ಯ ಬರಲಿಲ್ಲ ಅಂತ ಅಲ್ಲಿ ಹೋಗಿ ಹೇಳಿದೆ. ಅವಾಗ ಈಗ ತಮ್ಮಂದಿರಿಬ್ಬರು ಹೋಗಿದ್ದಾರೆ. ಫೋನ್ ಮಾಡಿ ಕೇಳಿ ಅವರ ಜೊತೆ ಎಲ್ಲಾದರೂ ಇರಬಹುದು, ಕರ್ಕೊಂಡು ಹೋಗಿ ಮತ್ತೆ ಒಟ್ಟಿಗೆ ಬರ್ಬೋದು ಅಂತ ಹೇಳಿದ. ಅವಾಗ ನಾನು ತಮ್ಮಂದಿರಿಗೆ ಫೋನ್ ಮಾಡಿದ್ದು, ಸೌಜನ್ಯ ಬರಲಿಲ್ಲ. ಆಮೇಲೆ ನಾನು ಎಲ್ಲ ಕಡೆ ಫೋನ್ ಮಾಡಿ ಇಲ್ಲ ನಮ್ಮ ಮನೆಗೆ ಬಂದಿಲ್ಲ ಅಂತ ಹೇಳಿದರು. ಆನಂತರ ನಾನು ಎಲ್ರಿಗೂ ಫೋನ್ ಮಾಡಿ, ನಮ್ಮ ತಂದೆಯವರೆಲ್ಲ ಫೋನ್ ಮಾಡಿ ಸೌಜನ್ಯ ಕಾಣೆ ಹಾಕಿದ್ದಾಳೆ, ಒಮ್ಮೆ ಎಲ್ಲರೂ ಸೇರಿ ಅಂತ ಹೇಳಿ ಎಲ್ಲರೂ ನೇತ್ರಾವತಿಯಿಂದ ಎಲ್ಲರೂ ಜನ ಸೇರಿದರು. ಸೌಜನ್ಯ ಯಾರಂತ ಯಾರಿಗೆ ಗೊತ್ತಿಲ್ಲ, ನಮ್ಮ ಪರಿಚಯ ಮಾತ್ರ. ಅಂದರೆ ಮಕ್ಕಳದು ಕೆಲವರಿಗೆ ಅಲ್ಲಿ ಅಂಗಡಿಗೆ ಹೋಗ್ತಾ ಇದ್ರು ಮಗಳು, ಅವಾಗ ಅಲ್ಲಿ ಪರಿಚಯ ಸ್ವಲ್ಪ ಇತ್ತು. ಹೊರತು ಯಾರಿಗೆ ಸೌಜನ್ಯ ಯಾರ್ದು ಗೊತ್ತೇ ಇರಲಿಲ್ಲ. ಇಡೀ ಕಾಡೆಲ್ಲ ಹುಡುಕಾಡಿದ್ದೇವೆ. ಆ ಬೆಳಗ್ಗೆ ಎಷ್ಟು ಗಂಟೆ ಆಗಿತ್ತು, ಎಷ್ಟು ಟೈಮ್ ಆಗಿತ್ತು? ಆಮೇಲೆ ನಾವು 7 ಗಂಟೆ ನಂತರ ಎಲ್ಲ ಕಾಡು, ಗೊಮ್ಮಟೇಶ್ವರ ಕಾಡು, ಅದು ನೇತ್ರಾವತಿ, ಅಲ್ಲಿ ಎಲ್ಲ ಹುಡುಕಾಡಿದ್ದೇವೆ. ಆ ಜಾಗದಲ್ಲಿ ಎಲ್ಲಿ ಇರಲಿಲ್ಲ. ಅವ್ರ ಫ್ರೆಂಡ್ಸ್, ಅವ್ರ ಕಾಲೇಜ್ ಎಲ್ಲ ಕೇಳಿದ್ರೆ ಎಲ್ಲ ಕೇಳಿದ್ದೇವೆ. ಫ್ರೆಂಡ್ಸ್ ಅಂದರೆ ಈ ಕಡೆಯಿಂದ 6 ಕಿಲೋಮೀಟರ್ ಒಳಗೆ ಹೋಗ್ಬೇಕು ಅವಳ ಫ್ರೆಂಡ್ಸ್. ಈ ಕಡೆ ಯಾರು ಫ್ರೆಂಡ್ಸ್ ಇಲ್ಲ. ಅವಳಿಗೆ ಫೋನ್ ಮಾಡಿ ಇಲ್ಲ ನಮಗೆ ಬಸ್ಸಿನಿಂದ ನೇತ್ರಾವತಿ ಅವಳು ಇಲ್ಲಿದ್ದಾಳೆ, ನಾಳೆ ಬರುವಾಗ ನನಗೆ ಜಿಲೇಬಿ ಮಾಡಿಕೊಂಡು, ಅಂದರೆ ಬರ್ತಡೇ 18ಕ್ಕೆ ಬರ್ತಡೇ 9ನೇ ತಾರೀಕಿಗೆ ಈ ರೀತಿ ಆಗಿದೆ, 18ನೇ ತಾರೀಕಿಗೆ ನಾನು ನಿಮಗೆ ಜಿಲೇಬಿ ಮಾಡ್ಕೊಂಡು ಬರ್ತೇನೆ ಅಂತ ನನ್ನ ಹತ್ರ ಹೇಳಿದ್ದಾರೆ. ಅಂದರೆ ಮರುದಿವಸ ರಜೆ, ಮರುದಿವಸ ಹೊರನಾಡು ಸಿಂಗರಿಗೆ ನಾವು ಹೊರಟಿದ್ದೇವೆ, ಹೋಗ್ಬೇಕಮ್ಮ ಅಂತ ಹೇಳ್ತಾ ಇದ್ರು. ಅವಾಗ ಇಲ್ಲ ಬರಲಿಲ್ಲ, ನಮ್ಮ ಅವಳು ಅಲ್ಲಿ ಇಲ್ಲಿದ್ದಾರೆ ನನಗೆ ಗೊತ್ತಿಲ್ಲ ಅಂತ ಅವಳು ಕೂಡ ಹೇಳಿದ್ಲು. ಆನಂತರ ಆ ಜಾಗ ಎಲ್ಲ ಹುಡುಕಿದಾಗ ಎಲ್ಲಿ ಕೂಡ ಎಲ್ಲಿ ಇರಲಿಲ್ಲ. ಎಲ್ಲ ಟಾರ್ಚಿ, ಮೊಬೈಲ್ ಲೈಟ್ ಎಲ್ಲ ಹಾಕೊಂಡು ಹುಡುಕಿದ್ರೆ ಎಲ್ಲಿ ಇರಲಿಲ್ಲ. മറുദിവസ ನನ್ನ തമ്മന്തിരും മറ്റു ജന ಸೇರಿ ಹುಡುಕಾಡಿದ್ರು. പിന്നെ പിറ്റേ ദിവസം, അതായത് 10-ാം തീയതി ഒക്ടോബർ മാസം 2012 ഇവർ രാവിലെ തന്നെ ഈ നാട്ടുകാരെല്ലാം കൂടെ ചെക്ക് ചെയ്യാനായിട്ട് ചെന്ന സമയത്ത് ഒരു കുറ്റിക്കാട്ടിൽ, അതായത് അവർ പരിശോധിച്ച ആ സ്ഥലത്ത് തന്നെയാണ് ഒരു കുറ്റിക്കാട്ടിൽ ഈ പറയുന്ന സൗജന്യയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായിരുന്നു. അത് എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ദയനീയം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ദയനീയമായിരുന്നു. ഈ പറയുന്ന സൗജന്യ കിടന്ന സ്ഥലം
മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു രാത്രി മൊത്തം മഴയായിരുന്നു. എന്നാൽ ഈ പറയുന്ന സൗജന്യ കിടന്ന സ്ഥലത്തു നിന്ന് സൗജന്യയുടെ ബാഗ്, അതോടൊപ്പം തന്നെ ഈ സൗജന്യയുടെ ബുക്സ് ഇതൊന്നും നനഞ്ഞിട്ട് പോലുമില്ല. ഒരു തുള്ളി മഴവെള്ളം അതിൽ വീണിട്ടില്ല. അങ്ങനെയാണ് ഈ പറയുന്ന സൗജന്യയുടെ ആ ഒരു പുസ്തകങ്ങളും ഇതൊക്കെ കിട്ടിയിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ സൗജന്യയുടെ കൈ ഈ പറയുന്ന ഇതുണ്ടല്ലോ ഐ ഡി കാർഡ് വെച്ച് കൈ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ മൃതശരീരം അവർക്ക് കിട്ടുന്നത്. അത് മാത്രവുമല്ല, ഇനിയും ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ അടിവസ്ത്രം ഇല്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു കാലിൽ മാത്രമേ ചെരുപ്പുണ്ടായിരുന്നുള്ളൂ. ശരീരത്തൊക്കെ കടിച്ച പാടുകളും അതോടൊപ്പം തന്നെ നല്ല മുറിവുകളും അതിന്റെ ഈ പറയുന്ന റിബ്സ് ഒക്കെ ഒട്ടിഞ്ഞ രീതിയിലും ഏറ്റവും മൃഗീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗമായ യോനിക്കകത്ത് മണ്ണ് നിറച്ചിരിക്കുന്നു. 6 ഇഞ്ച് കനത്തിലെ മണ്ണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതും ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഈ പെൺകുട്ടി ജീവനോട് ഇരിക്കുമ്പോൾ തന്നെയാണ് ഇവന്മാരെ ഈ മണ്ണ് നിറച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ക്രൂരമായിട്ടാണ് ഈ നാറുകൾ ഇത് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ എൻ്റെ പൊന്നു പ്രേക്ഷകരെ. നമുക്ക് ഓരോരുത്തർക്കും സഹോദരിമാരുണ്ട്, അമ്മമാരുണ്ട്. അവരോടൊക്കെ കാണിച്ച ക്രൂരതയാണ് എൻ്റെ പൊന്നു പ്രേക്ഷകരെ. ഇത് എത്രമാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റും? ഇത് കഴിഞ്ഞതിന് ശേഷം പോലീസ് വരുന്നു. പോലീസ് വന്ന് ഈ ഒരു സ്ഥലം സൗജന്യം കിട്ടിയ ആ ഒരു സ്ഥലത്ത് മൊത്തം ഇവർ സീൽ ചെയ്യുന്നു. സീൽ ചെയ്തതിനു ശേഷം ഇവർ പരിശോധന തുടങ്ങുന്നു. പരിശോധന തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഈ ഒരാളെ ഇവർക്ക് പ്രതിയായിട്ട് കിട്ടുന്നു. സന്തോഷ് റാവു എന്ന് പറയുന്ന ഒരാളെ പ്രതിയായിട്ട് കിട്ടുകയാണ്. എന്നാൽ നിങ്ങൾ നോക്കിക്കോണം, ഈ സന്തോഷ് റാവു എന്ന് പറയുന്ന ഈ ഇദ്ദേഹത്തെ ഇവർക്ക് കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 അംഗം അടങ്ങുന്ന ഒരു കുറെ എണ്ണം അമ്മാരാണ് ഇത് ചെയ്തത്. ഇവന്മാര് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഹുബലിപേട്ട എന്ന് പറയുന്ന അവിടാണ് ഈ പറയുന്ന സന്തോഷ് റാവു താമസിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇദ്ദേഹത്തിന് ഒരു മെന്റൽ പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹം ആ ഒരു ബെട്ടയിലാണ് താമസിച്ചത്. ഇദ്ദേഹത്തിന് ആരും റൂം ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇങ്ങനത്തെ കാണുമ്പോൾ തന്നെ ഒരു മെന്റൽ ആണെന്ന് തോന്നി പോകുന്നത് കൊണ്ട് തന്നെ ആരും റൂം കൊടുത്തില്ല. ഇദ്ദേഹം ഈ 9-ാം തീയതിയാണ് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതെന്നും നിങ്ങൾ നോട്ട് ചെയ്തോണം. അന്ന് തന്നെയാണ് ഈ പറയുന്ന സൗജന്യയെ കാണാതാകുന്നതും സൗജന്യയുടെ ഈ ഒരു ശരീരം കിട്ടുന്നതും. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്തോണം. ഈ പറയുന്ന അദ്ദേഹത്തെ അന്ന് വൈകിട്ട് കുറെ അമ്മമാർ കൂടി പിടിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. അടിച്ച് അവശനാക്കിയിട്ടാണ് കൊടുക്കുമ്പോൾ തന്നെ പോലീസ് പറഞ്ഞു ഇദ്ദേഹം തന്നെയാണ് കൊലയാളി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ അവിടെ അങ്ങോട്ട് നോട്ട് ചെയ്ത് വെച്ചു. ഇദ്ദേഹം തന്നെയാണ് കൊന്നത് എന്നുള്ള രീതിയിലേക്ക് ആക്കി FIR ഒക്കെ അങ്ങോട്ട് വെച്ചു. എന്നിട്ട് ശേഷം ഈ പറയുന്ന പോലീസുകാർ ഈ സൗജന്യയുടെ വീട്ടിലെത്തിയതിനു ശേഷം ഈ പറയുന്ന സൗജന്യയുടെ ഇന്നർവെയർ മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ അമ്മ വളരെ ബുദ്ധിമതി ആയതുകൊണ്ട് തന്നെ ഈ അമ്മ എന്ത് ചെയ്തു, ഇന്നർവെയറിന്റെ അകത്ത് ഒരു തയ്ച്ചാണ് കൊടുത്തത്. കാരണം അവിടെ ഓൾറെഡി ഇന്നർവെയർ ഇല്ലായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്തു, ഇവിടെ വെച്ച് തയ്ച്ചാ കൊടുത്തത്. എന്താ ഇവന്മാരെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അമ്മ അതിനകത്തൊരു നൂല് വെച്ചൊരു തയ്ച്ച് കൊടുത്തു വിട്ടു. അന്നേരമാണ് ഇവന്മാരുടെ കള്ളക്കളി പിന്നെയും പുറത്തു വരുന്നത്. ഇവന്മാരെന്ത് ചെയ്തെന്ന് അറിയാമോ ഈ പോലീസുകാര്? ഇവന്മാര് പിറ്റേ ദിവസം പറയുകയാണ് ഈ ഇന്നർവെയർ അവിടെ നിന്നാണ് കിട്ടിയെന്നുള്ള രീതിയിൽ ഇവന്മാർ അവിടെ ಕಾಣಿച്ചു. എന്തായാലും ಅಮ್ಮ പറയുന്ന ಕಾര്യം ನಿങ്ങളೊಂದು ಕೇಟು ನೋಯಿಗೆ ಅಪ್ಪ ನಿಮಗೆ ಕುರೆ ಕೂಡ ಅದು ಕನೆಕ್ಟ್ ചെയ്യാൻ പറ്റും. ಅವಳ ಪುಸ್ತಕ ಎಲ್ಲ ಹುಡುಕಾಡಿದ್ರು, ಯಾರಾದರೂ ಫೋನ್ ನಂಬರ್ ಉಂಟಾ ಅಂತ ಹೇಳಿ ತುಂಬ ನಾ ಎಲ್ಲ ತೆಗೆದುಕೊಟ್ಟೆ. ನನ್ನ ಮಗಳ ವಿಷಯ ನನಗೆ ಎಲ್ಲ ಗೊತ್ತು ಸರ್, ನೋಡಿ ಪುಸ್ತಕ ಅಂತ ನೋಡಿದೆ. ಅವಾಗ ನನ್ನ ತಂಗಿಯ ಒಂದು ನಂಬರ ಇತ್ತು, ಆ ನಂಬರನ್ನು ತಗೊಂಡೋಗಿದ್ದಾರೆ. ಆಮೇಲೆ ಮನೆಯಿಂದ ಮರು ದಿವಸ ಸಂತೋಷ್ ರಾವ್ ಸಿಕ್ಕಿದ ದಿವಸ ಹೊಲ ಉಡುಪು ಇದೆಯಲ್ಲ ಸರ್, ಅದು ಮನೆಯಿಂದ ತಗೊಂಡೋಗಿದ್ದಾರೆ. ಅದಕ್ಕೆ ನಾವು ಒಂದು ಗುರುತಿಗೆ ಒಂದು ಸ್ಟಿಚ್ ಮಾಡಿಕೊಟ್ಟಿದ್ದೇವೆ, ನೂಲಿನ ಒಂದು ಬಿಳಿ ನೂಲಿನ ಒಂದು ಸ್ಟಿಚ್ ಮಾಡಿಕೊಟ್ಟಿದ್ದೇವೆ. ಅದನ್ನೇ ತನಿಖೆಗೆ ಅವರಲ್ಲಿ ಇಟ್ಟಿದ್ದಾರೆ. അങ്ങനെ പോലീസുകാർ ഇത് കൊണ്ടുപോയി അവിടെ കൊണ്ടിട്ടു. അങ്ങനെ പോലീസുകാർ അവരുടെ മഹത്വം കാണിച്ചു. എന്നാൽ ഈ പറയുന്ന സൗജന്യയെ ഇല്ലാതാക്കിയത് ഇവിടെ വെച്ചല്ല, ഇവന്മാര് വേറൊരു ഫാം ഹൗസിൽ വെച്ച് ഇല്ലാതാക്കിയതിനു ശേഷം ഇവിടെ കൊണ്ടിടുകയായിരുന്നു. എന്നിട്ടാണ് ഈ പറയുന്ന സന്തോഷ് റാവുവിനെ ഇവിടെ ഒരു കുറ്റക്കാരനായിട്ട് മാറ്റാൻ വേണ്ടി ഇവന്മാർ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. അങ്ങനെ ഈ ഒരു കേസ് നേരെ കോടതിയിൽ പോവുകയാണ്. കോടതിയിൽ പോയതിനു ശേഷം ഈ പറയുന്ന ഈ സന്തോഷ് റാവു തന്നെയാണ് ഇത് കൊല ചെയ്തത് എന്നുള്ള ഒരു പ്രൂഫ് ചെയ്യാൻ വേണ്ടി ഇവർ പല കാര്യങ്ങളും ചെയ്തു. അങ്ങനെ സന്തോഷ് റാവുവിന് വേണ്ടി എത്തിയ ഒരു വക്കീല് പുള്ളിക്കാരൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയുണ്ടായി. അന്നേരമാണ് പല കാര്യങ്ങളും പുറത്തു വരുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മെന്റലി ഒരു സ്റ്റേബിൾ അല്ലാത്ത ഒരു മനുഷ്യനാണ് ഈ പറയുന്ന സന്തോഷ് റാവു. ഇദ്ദേഹം ഒറ്റയ്ക്ക് ഒരിക്കലും ഈ ഒരു കൊല ചെയ്യുവാനായിട്ട് കഴിയില്ല. അത് മാത്രവുമല്ല, അന്ന് ഇങ്ങനെ ഈ ഒരു കൊല ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു, എന്നാൽ ഇദ്ദേഹം എന്തിന് അവിടെ തന്നെ പിന്നെയും താമസിച്ചു എന്നുള്ളൊരു കുറെ ചോദ്യങ്ങൾ എത്തി. പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സന്തോഷ് റാവു എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഫിമോസിസ് എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ഈ ഫിമോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം എന്തെന്ന് ചിലവർക്ക് അറിയായിരിക്കും, ചിലർക്ക് എന്തായാലും അറിയത്തില്ലായിരിക്കും. അങ്ങനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ ഒരു കാര്യം എന്തെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫിമോസിസ് എന്നാൽ ലിംഗത്തിന്റെ അഗ്രചർമ്മം പിന്നോട്ട് വലിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്.
ഇത് കുട്ടികളിലും മുതിർന്നവരിലും കാണാവുന്നതാണ്. സാധാരണയായി കുട്ടിക്കാലത്ത് ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എന്നാൽ ചിലരിൽ ഇത് ചികിത്സ ആവശ്യമുള്ള പ്രശ്നമായി മാറാറുണ്ട്. ഫിമോസിസിന്റെ ലക്ഷണങ്ങൾ ഇവയാണ്: ലിംഗത്തിന്റെ അഗ്രചർമ്മം പിന്നോട്ട് വലിക്കാൻ കഴിയാത്ത അവസ്ഥ, ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് വേദനയോ വീക്കമോ അനുഭവപ്പെടുക, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, ലിംഗത്തിൽ അണുബാധ ഉണ്ടാകുക. ചിലപ്പോൾ ഫിമോസിസ് ചികിത്സ ആവശ്യമില്ലാതെ തന്നെ മാറാറുണ്ട്. എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത്. അതിന് പരിശോധന പോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു അസുഖമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന സന്തോഷ് റാവു എന്ന് പറയുന്ന വ്യക്തി സൗജന്യയെ എന്താ പറയുക ബലാത്സംഗപ്പെടുത്തി ആണല്ലോ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇദ്ദേഹത്തിന് സുഖത്തിന് പകരം വലിയ നരകം കാണും. അതുപോലെ ആയിരിക്കും വേദന. അങ്ങനെ ഇരിക്കെ ഈ പുള്ളിക്കാരൻ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ഒരു ചോദ്യങ്ങളായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ ഈ ഒരു കേസ് സന്തോഷ് റാവുവിന്റെ മണ്ടയ്ക്ക് ഇട്ടുവെക്കാനായിട്ട് നോക്കിയെങ്കിലും ഒടുവിൽ അത് നടക്കാതെ വന്നു. ജനങ്ങൾ നേരെ ഈ പറയുന്ന പോലീസുകാർക്കെതിരെ തിരിഞ്ഞു. ഉടനെ ഇത് CBIക്ക് വിട്ടു. CBIക്കും ഈ ഒരു പറയുന്ന കേസിൽ ഒരു തെളിവും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവരും ഈ പറയുന്ന സന്തോഷ് റാവു എന്ന രീതിയിലേക്ക് ഒതുക്കി തീർത്തു. എന്നാൽ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഈ പറയുന്ന സൗജന്യയുടെ പ്രൈവറ്റ് പാർട്ടിൻ്റെ അത് മണ്ണ് നിറച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആ മണ്ണ് നിറച്ചതിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് അതിനകത്തുനിന്ന് ഈ പറയുന്ന ഡോക്ടർമാര് ഈ സ്പേം ഈ പോലീസുകാർക്ക് കൈമാറി. അത് ലാബിൽ വിടാതെ ഈ പോലീസുകാരൻ എന്ത് ചെയ്തെന്നറിയാമോ? അത് അവിടെ തന്നെ സൂക്ഷിച്ചു. സൂക്ഷിച്ചതിന് ശേഷം ഒരു 12 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ലാബിലേക്ക് വിടുന്നത്. ലാബിലേക്ക് വിട്ടപ്പോഴെന്താണ്, ഇത് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വന്നത്. അതായത് ഇതിനകത്തൊന്നും മിസ്മാച്ച് ആണ്, ഇതിനൊന്നും കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് വന്നത്. ഫംഗസ് പിടിച്ചു. അപ്പൊ ഇത് മൊത്തത്തിൽ അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം ഈ പോലീസുകാരൻ ചെയ്തത്. അങ്ങനെ സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇവന്മാര് വകവരുത്തിയതിനു ശേഷം ഇവന്മാര് തന്നെ ഇതിനൊരു തുമ്പും കിട്ടരുത്, അതിനെ എല്ലാ തെളിവുകളും നശിപ്പിച്ച് ഇവന്മാര് ജയിച്ചു. ഞങ്ങൾക്ക് കാശുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാം അങ്ങോട്ട് തേഞ്ഞു മാഞ്ഞു എന്ന് ഇവന്മാര് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ഭീമൻ എന്നല്ല ഇദ്ദേഹത്തിന്റെ പേര്, ഒരു പേരിട്ടതാണ്, അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നത്. ഇദ്ദേഹം 1995 മുതൽ ഇദ്ദേഹം 2014 വരെ ഇവരുടെ ഈ മറ്റോന്മാരുടെ തോന്നിവാസത്തിനൊക്കെ കൂട്ടുനിന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹമാണ് പലരെയും കൊണ്ടുപോയി അവിടെ മറവ് ചെയ്തത്. വിജനമായ വനപ്രദേശങ്ങളിലാണ് ഓരോരുത്തരെ മറവ് ചെയ്തത്. ഇദ്ദേഹം വരുന്ന സമയത്ത് ഇദ്ദേഹം 2014 ഇവിടെ നിന്നും ഈ യുവന്മാരുടെ പീഡകൾ ഇനി അടുത്ത അവനെ ആയിരിക്കും കൊല്ലുന്നെന്നുള്ള പേടിച്ച് കുടുംബത്തെ കൊണ്ട് രക്ഷപ്പെട്ട ഒരു മനുഷ്യനാണ്. അദ്ദേഹം 2025 വന്ന് അവിടെ നിന്ന് പോയ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ഒരു വനപ്രദേശത്ത് നിന്നും കുഴിച്ചെടുത്ത് ഒരു അസ്ഥികൂടം എടുത്തുകൊണ്ടാണ് ഇവിടെ പോകുന്നത്, റിപ്പോർട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്, ജഡ്ജിയുടെ അടുത്ത് ചെല്ലുന്നത്. അവിടെ പോയി ഇദ്ദേഹം ഇത് കാണിച്ചിട്ട് പറഞ്ഞു, ഇനിയും അനേകം പേർക്ക് ഇതുപോലെ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എനിക്കിതെല്ലാം പൊതു ജനങ്ങളിലേക്ക് പറയണം, ഇത് വെളിയിലിറക്കണം, അവർക്കെല്ലാം നിത്യശാന്തി കിട്ടുവാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയുള്ള ഇത് ചെയ്യണം എന്നല്ല ഈ പുള്ളിക്കാരൻ വന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഇതുവരെ ആയിട്ടും ആ ഒരു സ്ഥലമുണ്ടല്ലോ, അതായത് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളി കാണിച്ചു തന്ന സ്ഥലം, അവിടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയോ ആ സ്ഥലത്തിനെ ഒന്ന് കവർ ചെയ്ത് വെക്കാനോ അവിടുത്തെ പോലീസുകാർ അത് ചെയ്തിട്ടില്ല. ചെയ്യാത്തതിന്റെ കാരണം അവർ പറയുന്നത് അറിയാമോ? അദ്ദേഹം ചുമ്മാ പറഞ്ഞതാണ്. അതേപോലും അദ്ദേഹത്തിന് ഇനി ഇത് പരിശോധന നടത്തണം, പിന്നെ ഞങ്ങൾ ഇതൊക്കെ പരിശോധിച്ച് വരുമ്പോഴത്തേന് ഇങ്ങനെ കളഞ്ഞിട്ട് പോയാലോ എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവിടുത്തെ പോലീസുകാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇപ്പോഴും ആ കേസ് SITക്ക് വിട്ടേക്കുവാണ്. ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇത് അന്വേഷിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതിൽ നിന്നും അവർ പിന്മാറുന്നു എന്നുള്ളതാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാശിന്റെ ബലമാണ്. നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ കാശ് എറിയുന്നുണ്ട്. ഇതുമായി വീഡിയോ ചെയ്യുന്ന ഓരോരുത്തരുടെയും വീഡിയോ അവരെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും എതിരെ ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ള മനാഫിന് നല്ല ഭീഷണികൾ കിട്ടുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ മതം ഒരു പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയം, നമ്മുടെ കേരളത്തിലുള്ളവർ ഈ ഒരു വിഷയവുമായി ചർച്ച ചെയ്യുമ്പോൾ കർണാടകത്തിലുള്ളവർ ഇതൊരു രാഷ്ട്രീയമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതൊരു വിഷയമായിട്ട് ഇത് പോകുന്നുണ്ട്. ഇതിനകത്ത് മരണപ്പെട്ട നമ്മുടെ മലയാളി പെൺകുട്ടികളുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മകളായിട്ടുള്ള പത്മലത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അതോടൊപ്പം തന്നെ വേദാവല്ലി ടീച്ചറിനെ വളരെ ദാരുണമായിട്ടാണ് ഇല്ലാണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ ഭർത്താവ് ഒരു ഡോക്ടറായിരുന്നു, അദ്ദേഹത്തോട് കാണിച്ച ക്രൂരത. അത് മാത്രമല്ല, ഇവിടെ ഒരു ആനക്കാരനുണ്ടായിരുന്നു, ഈ ധർമ്മസ്ഥലത്ത് ഒരു ആനക്കാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിനെ ഇല്ലാണ്ടാക്കി. അദ്ദേഹത്തിന്റെ സിസ്റ്ററിനെ അടിച്ചു കൊന്നെന്ന് വെച്ചാൽ കല്ല് എല്ലാം കഴിഞ്ഞതിന് ശേഷം കല്ലെടുത്ത് തലയിലിട്ടിട്ടൊക്കെയാണ് തീർത്തിരിക്കുന്നത്. വളരെ മൃഗീയമായിട്ടാണ് ഓരോരുത്തരെയും ഇല്ലാണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത് പുറത്തു വരണം. പലരും വന്ന് പറയുന്നുണ്ട്, നിനക്കൊന്നും വേറെ പണിയില്ലടാ, നീ എന്തിനാടാ ഈ ഒരു നല്ല പുണ്യസ്ഥലത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. എടാ, ഇത് പുണ്യസ്ഥലമായാലും ഇതിലിപ്പോ ഒരു അധർമ്മ സ്ഥലത്തുമായിട്ട് മാറിയിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പറയുന്നത് ആ സ്ഥലമല്ല, ഇത് കുറെ ഉമ്മാര് കൈക്കലാക്കി വെച്ചിട്ട് അവിടെ തൊഴാൻ വരുന്നവരെയും പലരുടെയും സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി ഉമ്മാര് കൂട്ടുന്ന ഓരോ കാര്യങ്ങളാണ്.
ഇവിടെ ഈ സൗജന്യയല്ലായിരുന്നു ഇമാര് നോട്ടം വെച്ചിരുന്നത്. ഇമാര് സൗജന്യയ്ക്ക് പകരം വേറൊരു പെൺകുട്ടിയാണ് നോട്ടം വെച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു ആഞ്ചിറക്കിന് ഒരു പെങ്കൊച്ചുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയെ ഇല്ലാണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ടാണ് ഇവന്മാര് ആ പെൺകുട്ടിയെ തീർക്കണമെന്ന് വിചാരിച്ച് അതിന്റെ പോകുന്നത് എപ്പോഴാണ് വരുന്നതാണെന്ന് എപ്പോഴാണെന്നൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് അവിടെ കാലിനെ വിട്ട് അങ്ങനെ അതിനെ തീർക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന സൗജന്യ അവിടേക്ക് വരികയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി വന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, സൗജന്യയാണ് ഇവന്മാർ അവിടെ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതിനെക്കുറിച്ച് ഈ പറയുന്ന സൗജന്യയുടെ അമ്മ പറയുന്നുണ്ട്. ಅದು ನಿങ്ങളೊಂದು ಕೇಟು ಹೋಗಿ. ಇವಾಗ ನೀವು ನೇತ್ರಾವತಿಯಿಂದ ಬರುವಾಗ ಬೋರ್ಡಿನ ಮುಂದೆ ಬರುವಾಗ ಒಂದು ಮನೆ ಸಿಗುತ್ತೆ ತೋಟದ ಹತ್ತಿರ. ಅವರಿಗೆ 2 ಮಕ್ಕಳು, ಒಂದು ಗಂಡು ಒಂದು ಹೆಣ್ಣು. ಅವರ ಮೇಲೆ ಟಾರ್ಗೆಟ್ ಅಂದರೆ ಅವರ ಜಾಗ ಕೇಳ್ತಾ ಇದ್ರು. ಇಲ್ಲಿ ಏನಂದರೆ ಯಾರ ಹತ್ರ ಜಾಗ ಇದ್ದರೂ ಕೂಡ ಆ ಜಾಗ ಅವ್ರಿಗೆ ಕೇಳಿದ ತಕ್ಷಣ ಕೊಡಬೇಕು. ಇಲ್ಲಾಂದರೆ ಅವರನ್ನು ಎಬ್ಬಿಸುವುದು, ಓಡಿಸುವುದು, ಇಲ್ಲಾಂದರೆ ಮಕ್ಕಳಿಗೆ ಏನಾದರೂ ಮಾಡೋದು ಅಂತ ಇಲ್ಲಿ ದಬ್ಬಲಿಕೆ ನಡೀತಾ ಇದೆ. ಅದೇ ರೀತಿ ಅವರಿಗೆ ಕೂಡ ಅದೇ ರೀತಿ ಆಗ್ತಾ ಇತ್ತು. ಜಾಗ ಕೇಳಿದ್ದಕ್ಕೆ ಜಾಗ ನಾವು ಕೊಡೋದಿಲ್ಲ ಅಂತ ಹೇಳಿದ್ದಕ್ಕೆ ಆ ಮಗಳನ್ನು ತೆಗೆದ್ರೆ ಇವತ್ತು ಜಾಗವನ್ನು ಬಿಟ್ಟು ಓಡಿ ಹೋಗ್ತಾರೆ ಅನ್ನುವಂಥದ್ದು ಇವ್ರದ್ದೊಂದಿತ್ತು. ಅದು ಟಾರ್ಗೆಟ್ ಆ ಮಗಳನ್ನು ಮಾಡಿದ್ದು. ಆವಾಗ ಮಗು ಹೋಗುವಾಗ 4 ಜನ ಅಲ್ಲಿ ಇದ್ದು, ನೀ ಎಷ್ಟು ಗಂಟೆಗೆ ಎಕ್ಸಾಮು, ಎಷ್ಟು ಗಂಟೆಗೆ ನೀನು ವಾಪಸ್ ಬರ್ತೀಯ ಅಂತ ಕೇಳ್ತಾ ಇದ್ರಂತೆ. ಅದು ನನ್ನ ತಂಗಿ ನೋಡಿದ ಸಾಕ್ಷಿ ಅದು. ಅವಾಗ ಆ ಮಗು ಏನು ಮಾತಾಡಿಸಿಲ್ಲ, ಸೌಜನ್ಯ ಥರನೇ ಅವಳು ಕೂಡ ಇದ್ದಳು. ಆಮೇಲೆ ಅವಳು 4:15 ಇಲ್ಲಿಂದ ದಾಟಬೇಕಿತ್ತು ಉಜಿರೆಯಿಂದ ಕಾಲೇಜಿಗೆ. ನನ್ನ ಮಗಳು 1 ಗಂಟೆಗೆ ಬರಬೇಕಿತ್ತು. ಸ್ಪೆಷಲ್ ಕ್ಲಾಸ್ ಇದ್ದರಿಂದ ಅವ್ರಿಗೆ ಅದು ಒಂದೇ ರೀತಿ 4:15 ನನ್ನ ಮಗಳು ದಾಟಿದ್ಳು. 4:15 ನಂತರ ಆ ಹೆಣ್ಮಗಳು ಬರ್ತಾಯಿದ್ಳು. ಆವಾಗ ಸಾಧಾರಣ ನಾನು 5 ಗಂಟೆ ತನಕ ಕಾದಿದ್ದೆ. ಮಕ್ಕಳು ಬರಲಿಲ್ಲ, ಏನಂತ ಗೊತ್ತಿರಲಿಲ್ಲ ಅಂತ. അವಾಗ ನನ್ನ തമ്മ ഇബ്രു ഉജിരെ കടയിൽ ಹೋಗ್ತಾಯಿದ್ರು. കേട്ടല്ലോ, ഈ സൗജന്യ കേസ് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് ഈ ഷമീർ എം ടി എന്ന് പറയുന്ന ഒരു ആള് വീഡിയോ ഇട്ടിരുന്നു. അദ്ദേഹം വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഇത് ഇത്രമാത്രം കത്തിക്കയറിയത്. അത് എല്ലാവരും ഏറ്റെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ പറയുന്ന വക്കീൽമാര് കേരള പോലീസിനെ അല്ലെങ്കിൽ കേരള ഗവൺമെന്റിനെ അവർ ഈ ഒരു കേസ് ഏറ്റെടുക്കണമെന്ന് പറയുന്നതായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ ഞാനത് പറഞ്ഞിരുന്നു. കാരണം അവിടുത്തെ ഗവൺമെന്റ് വെറും ഷേമാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അതും കേട്ടു നോക്കി. ಆಯ್ತು, ನನ್ ವಿಡಿಯೋ ಸುಳ್ಳು ಅಂತಾನೆ ಅನ್ಕೊಳ್ಳೋಣ. ಪಾಪ ಪ್ರಜ್ಞೆ ಅನ್ನೋದು ಕಾಡಿ ಭೀಮ ಬಂದಿದ್ದಾನೆ ಅಲ್ವಾ. ಪೊಲೀಸ್ ಅವರು ಅವ್ನು ಹೇಳೋ ಜಾಗಕ್ಕೆ ಅವನ್ನ ಕರ್ಕೊಂಡು ಹೋಗಿ ಗುಂಡಿ ತೋರಿಸ್ಬಿಟ್ರೆ ಯಾರು ನಿಜ ಹೇಳ್ತಿದಾರೆ, ಯಾರು ಸುಳ್ಳು ಹೇಳ್ತಿದಾರೆ ಪ್ರತಿಯೊಂದು ಕ್ಲಿಯರ್ ಆಗ್ಬಿಡುತ್ತೆ. ಸೊ ಯಾಕೆ ಪೊಲೀಸ್ ಅವರು ಈ ಕೆಲಸ ಮಾಡ್ತಾ ಇಲ್ಲ? ಒಬ್ಬ ಜೀವಂತ ಸಾಕ್ಷಿ ಇದಾನೆ, ಅವನಿಗೆ ಪಾಪ ಪ್ರಜ್ಞೆ ಅನ್ನೋದು ಕಾಡ್ತಾ ಇದೆ, ಅವ್ನು ಎಲ್ಲದನ್ನು ಬಂದು ಮುಂದೆ ಹೇಳಲಿಕ್ಕೆ ರೆಡಿ ಇದ್ದಾನೆ ಅಂತ ಸಚಿನ್ ದೇಶಪಾಂಡೆ ಹಾಗೂ ಓಜಸ್ವಿ ಗೌಡ ಅವರು ಒಂದು ಲೆಟರ್ ಬಿಟ್ಟು ನಿಯರ್ಲಿ 1 ಮಂತ್ ಆಗ್ತಾ ಬಂತು. ಆ ಲೆಟರ್ ಬಂದಾಗಿಂದ 1 ತಿಂಗಳಿಂದ ನಾವೆಲ್ಲ ಕಾಯ್ತಾ ಇದೀವಿ, ಪೊಲೀಸ್ ಅವರು ಏನಾದ್ರೂ ಆಕ್ಷನ್ ತಗೊಳ್ತಾರೆ. ಭೀಮಾ ಇಂದ ಅವ್ನು ಎಲ್ಲೆಲ್ಲಿ ಹೆಣಗಳನ್ನ ಹೂತಿಟ್ಟಿದೀನಿ ಅಂತ ಹೇಳ್ತಾ ಇದ್ದಾನೋ ಅಲ್ಲೆಲ್ಲ ಅವನಿಂದ ತೋಡಿಸ್ತಾರೆ, ಆ ಹೆಣಗಳೆಲ್ಲ ಹೊರಗೆ ಬರ್ತವೆ ಅಂತ. ಆದ್ರೆ ಡಿಲೇ ಮೇಲೆ ಡಿಲೇ ಆಗ್ತಾನೆ ಇದೆ. ಸೊ ಯಾಕೆ ಇಷ್ಟೊಂದು ಡಿಲೇ ಯಾಕೆ ಆಗ್ತಿದೆ ಅಂತ ಥಿಂಕ್ ಮಾಡ್ತಾ ಇರ್ಬೇಕಾದ್ರೆ ಆಗ ನನ್ನ ಕಿವಿಗೊಂದು ನ್ಯೂಸ್ ಬಿತ್ತು. ನಮ್ಮ ಕರ್ನಾಟಕದ ಹೋಮ್ ಮಿನಿಸ್ಟರ್ ಪರಮೇಶ್ ಅವ್ರನ್ನ ಈ ನಕಲಿ ದೇವಮಾನವನ ತಮ್ಮ ಸೆಟ್ಟಿಂಗ್ ಸುರೇಂದ್ರ ಹೋಗಿ ಮೀಟ್ ಮಾಡಿದ್ದಾರೆ. ಸೆಟ್ಟಿಂಗ್ ಸುರೇಂದ್ರ ಹೋಮ್ ಮಿನಿಸ್ಟರ್ ನ ಯಾಕೆ ಮೀಟ್ ಮಾಡಿರ್ತಾನೆ ಅಂತ ಎಲ್ರಿಗೂ ಗೊತ್ತಿರೋ ವಿಷಯ. ಆದ್ರೆ ಪಾಪ ನಮ್ಮ ಹೋಮ್ ಮಿನಿಸ್ಟರ್ ಅವರಿಗೆ ಸುಳ್ಳು ಹೇಳಿಕೆ ಬರಲ್ಲ. ಈ ಸೆಟ್ಟಿಂಗ್ ಸುರೇಂದ್ರ ನಿಮ್ಮನ್ನ ಯಾಕೆ ಮೀಟ್ ಮಾಡದ ಅಂತ ಪತ್ರಕರ್ತ ಒಬ್ರು ಪ್ರಶ್ನೆ ಕೇಳಿದಾಗ ಹೋಮ್ ಮಿನಿಸ್ಟರ್ ಅವರು ಏನ್ ಹೇಳ್ತಾರೆ ಅಂದ್ರೆ, ಇಲ್ಲ ಮೆಡಿಕಲ್ ಕಾಲೇಜ್ ಸಂಬಂಧಪಟ್ಟ ಹಾಗೆ ಏನೋ ಒಂದು ವಿಷಯ ಇತ್ತು, ಅದನ್ನ ಮಾತಾಡ್ಲಿಕ್ಕೆ ನನ್ನ ಹತ್ರ ಬಂದಿದ್ರು ಅಂತ ಹೇಳ್ತಾರೆ. ಅಲ್ಲ ಸರ್, ನೀವೇನು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಹೋಮ್ ಮಿನಿಸ್ಟರ ಅಥವಾ ನಕಲಿ ದೇವಮಾನವನ ಹೋಮ್ ಮಿನಿಸ್ಟರ? ಅಲ್ಲಿ ಒಬ್ಳು ತಾಯಿ ತನ್ನ ಮಗಳು ಕಾಣೆಯಾಗಿ 22 ವರ್ಷಕ್ಕಿಂತ ಜಾಸ್ತಿ ಆಗಿದೆ. ಆ ನಕಲಿ ದೇವಮಾನವ ಅವಳನ್ನ ಜೀವಂತ ಬಿಟ್ಟಿರ್ಲಿಕ್ಕೆ ಚಾನ್ಸೇ ಇಲ್ಲ. ಸೊ ನನಗೆ ನನ್ನ ಮಗಳು ಬೇಡ, ಅಟ್ಲೀಸ್ಟ್ ಅವಳ ಅಸ್ಥಿ ಪಂಜರ ಆದ್ರೂ ಕೊಡಿ, ನಾನು ಅದನ್ನ ಸನಾತನ ಹಿಂದೂ ಧರ್ಮದ ಪ್ರಕಾರ ಅಟ್ಲೀಸ್ಟ್ ಅಂತ್ಯ ಸಂಸ್ಕಾರ ಆದ್ರೂ ಮಾಡ್ಕೋತೀನಿ ಅಂತ SP ಆಫೀಸ್ ಮುಂದೆ ನಿಂತು ಕಣ್ಣೀರ್ ಹಾಕ್ತಾ ಇದ್ದಾಳ. ಇಷ್ಟೆಲ್ಲ ಕಣ್ಣು ಮುಂದೆ ಇದ್ರೂನು, ಒಬ್ಬ ಜೀವಂತ ಸಾಕ್ಷಿ ಬಂದಿದ್ರೂನು ಈ ಸರ್ಕಾರ ಏನು ಮಾಡ್ತಿಲ್ವಲ್ಲ, ಈ ಪೊಲೀಸ್ ಅವರು ಏನು ಮಾಡ್ತಿಲ್ವಲ್ಲ, ಇದನ್ನೆಲ್ಲ ನೋಡ್ತಾ ಇದ್ರೆ ಅಸಹ್ಯ ಹುಟ್ಟುತ್ತಾ ಇದೆ. ಭೀಮಾ ಯಾವ ಒಂದು ಲಾಯರ್ಸ್ ನ ನಂಬಿ ಬಂದಿದ್ನೋ ಆ ಲಾಯರ್ಸ್ ಈಗ ಕರ್ನಾಟಕ ಸರ್ಕಾರನ ಬಿಟ್ಟು ಕೇರಳ ಗವರ್ಮೆಂಟ್ ಗೆ ಅಪ್ರೋಚ್ ಮಾಡ್ತಿದ್ದಾರೆ, ನಮಗ್ ನ್ಯಾಯ ಇಸ್ಕೊಡಿ ಅಂತ. ಆ ಜೀವಂತ ಸಾಕ್ಷಿ FIR ಮಾಡಿಸಿದ್ದು ಆಯ್ತು, ಜಡ್ಜ್ ಮುಂದೆ ಪ್ರತಿಯೊಂದು ಹೇಳಿದ್ದು ಆಯ್ತು. ಆ ಜಡ್ಜ್ ಮುಂದೆ ಹೇಳಿರೋದನ್ನೇ ಇನ್ನೊಮ್ಮೆ ಪೊಲೀಸ್ ಅವ್ರ ಮುಂದೆ ಹೇಳಿದಿರುತ್ತೆ. ಸೊ ಭೀಮಾ ಪೊಲೀಸ್ ಅವ್ರ ಮುಂದೆ ಹೇಳಲಿಕ್ಕೆ ಅಂತ ಹೋದಾಗ ಅಲ್ಲಿ ಒಬ್ಬ ಅಧಿಕಾರಿ, ಎಲ್ಲಿ ನೀನು ಎಲ್ಲೆಲ್ಲಿ ಹೆಣಗಳನ್ನ ಹೂತ್ ಹಾಕಿದ್ಯಾ ಒಮ್ಮೆ ಮ್ಯಾಪ್ ಬಿಡಿಸಿ ತೋರಿಸು ಅಂತ ಪೇಪರ್ ಕೊಡ್ತಾನಂತ. ಯಾಕ್ರಿ ನೀವು ಅದನ್ನೆಲ್ಲ ತಗೊಂಡ್ ಹೋಗಿ ಆ ನಕಲಿ ದೇವಮಾನವನಿಗೆ ತೋರಿಸಿ ആ സാക്ഷിനെ നാശം. എന്തുവാണല്ലേ ഈ പറയുന്ന ഭീമ എന്ന് പറയുന്ന ഒരു സാക്ഷി വന്നപ്പോ സാക്ഷിയോട് പറയുകയാണ്, ഒരു പേപ്പർ കൊടുത്തിട്ട്, നീ എവിടേക്കാണ് ഇത് കിടക്കുന്നത്, മൃതദേഹം കിടക്കുന്നത്, അല്ലോ നീ ഒന്ന് വരച്ച് കാണിക്കാനൊക്കെ. എന്താണ്? അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഈ പറയുന്ന വക്കീലന്മാര് കേരള ഗവൺമെന്റിനെ അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്.
വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിൽ കേരള സർക്കാരും കൂടുതലായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത്. ഈ കേസ് പുറത്തു വരണം. നമ്മുടെ ഓരോരുത്തരുടെയും പെങ്ങന്മാരുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മമാരുണ്ട് ഇതിനകത്ത് പെട്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് നല്ല രീതിയിൽ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.